ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വസ്ത്ര മുത്തശ്ശിയും മൂർത്തി മുത്തശ്ശിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനി അങ്ങോട്ടേക്ക് വരുവാണ്. ദേവേനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, ഇപ്പൊ നിന്നെ കുറിച്ചാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേന്ന് പറയണേ. എന്നെ കുറിച്ചോ? അതെ. നയനമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ദേവേനി, നീ അവളെ സ്നേഹിക്കണമെന്ന് പറയണം. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ ദേവേനി, നീ അവളെ സ്നേഹിക്കണം. ഒരു മരുമോളായിട്ട് കണ്ട് നീ അവളെ മോളെ പോലെ സ്നേഹിക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, എന്റെ മനസ്സിലെ പ്രശ്നം ഇപ്പൊ അതൊന്നും അല്ലാന്ന് പറയണേ. പിന്നെയോ അനാമികമ്മയുടെ വിഷമം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ. ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, അല്ല പ്രത്യേകിച്ച് എന്താ വിഷമം? അല്ല അച്ഛൻ അറിയാവുന്ന കാര്യമാണല്ലോ അനിയുമായിട്ടുള്ള പ്രശ്നം. ഓ അതാണോ? ശരിക്കും പറഞ്ഞാല് ഞാൻ അനാമികയുടെ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അല്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്വന്തം വീട്ടിലേക്ക് പിണങ്ങി പോകുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെ ചെന്ന് കയറി കഴിയുമ്പത്തേനും അവളെ സംരക്ഷിക്കുന്നോണ്ടല്ലേ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരികെ കൊണ്ടേ വരണ്ടല്ലേ, അതൊക്കെ അവർ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇവള് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നതിന് കാരണം എന്താ? അവിടെ ചെന്നാൽ ഇവൾക്ക് സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇവള് പോകോ? ആ അതുകൊണ്ട് എനിക്ക് അവരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, വേണുവിനെ രേവതിനെ ഒക്കെ. കാരണം കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അനാമിക അങ്ങോട്ടേക്ക് വന്നാലും അവളെ അവിടെ നിർത്തല്ലേ, ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ അനിയുടെ അനാമികയുടെ ജീവിതം തകരാനായിട്ട് പോകുന്നേ. ഒരു ജീവിതം തകരാനായിട്ട് എളുപ്പമാണ്. ഈ കുടുംബത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. പിന്നെ ഉള്ളത് ജലജയ്ക്കാണ്. ജലജയുടെ സ്വഭാവം അറിയാലോ. ജലജയുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ജലജയുടെ സ്വഭാവം ഇതാ. അവളെ ഈ കുടുംബത്തിലല്ലായിരുന്നിട്ട് പോലും അവളെ ഈ കുടുംബത്തിലെ അംഗമായിട്ട് വെച്ചോണ്ടിരുന്ന ഇത്രയും കാലം നോക്കി. പക്ഷെ ഇപ്പൊ അതിന് നന്ദിയും കാര്യങ്ങളൊന്നും അവൾക്കില്ല. തക്കം കിട്ടിയാൽ നമ്മളോട് പാരപണിയുകയും ചെയ്യും. പക്ഷെ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ അതുപോലെയല്ല അനിയുടെ അനാമികയുടെ ജീവിതം. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം. രണ്ടും രണ്ട് ദിക്കി കഴിഞ്ഞ് ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടാനുള്ളതല്ലെന്ന് പറയണം. ദേവേനി പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാന്ന് ചോദിക്കാം. വസുന്ധര മുത്തശ്ശി പറഞ്ഞു, ദേവേനി നീയാണ് അതിന് പറ്റിയത് അനിയെ ഉപദേശിക്കാനായിട്ട്. നീ എന്ന് ഉപദേശിച്ചു നോക്ക്. നീ ആദർശനെ പോലെയല്ലേ അവനെ കാണുന്നേ, അതുപോലെയല്ലേ നീ അവനെ വളർത്തിക്കൊണ്ട് വന്നേ. അപ്പൊ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനനുസരിക്കും. എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടെന്ന് മുത്തശ്ശി പറയണം. അല്ല അതമ്മേ ഞാനും, നീ ചെന്ന് അവനോട് സംസാരിക്കാൻ പറയണം. ആ സമയം അനി നന്ദുവിന്റെ ഒരു ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഫോണിനകത്ത്. അപ്പോഴാണ് ദേവേനി വരുന്നേ. ദേവേനി വന്ന് അനിയൊക്കെ ചാടി എഴുന്നേറ്റു. അല്ല എന്താ വല്യമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നലോ. അത് പിന്നെ എന്താന്ന് വെച്ചാലേ, പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അനാമിക മോളെ കുറിച്ചാന്ന് പറയണം. അനാമിക മോളെ കുറിച്ചോ? അവളെ കുറിച്ച് എന്ത് പറയാനായിട്ടാന്ന് ചോദിക്കണം. അത് പിന്നെ മോനെ, നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, വെറുതെ എന്തിനാന്ന് നശിപ്പിക്കണമെന്ന് നിൽക്കുക. അവള് മോള് പോലും എനിക്ക് അവളെ കുറിച്ച് കേൾക്കുന്ന പോലും ദേഷ്യമെന്ന് പറയണം. എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നല്ലാതെ എന്റെ ജീവിതം തകർത്ത അവള്. എനിക്ക് അവളെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവസാനം നിങ്ങൾ എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയത്. അതിനെക്കുറിച്ച് ഇനി പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. ഞാൻ ഒരിക്കലും അത് ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ലെന്ന് പറയും. ഇത് കേട്ടത് ദേവേനി പറയും, അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. നിന്റെ ഏട്ടനെ ഏട്ടത്തിനെ ഒന്ന് കണ്ടുപിടിക്കുക. അവരിങ്ങനെ ശത്രുതയെ കഴിഞ്ഞവരാ. അവരിപ്പോ എത്ര സ്നേഹത്തിലാ കഴിയണമെന്ന് നോക്കിയേ. പക്ഷേങ്കില് നിന്റെ അവസ്ഥ അതാണോ? നിനക്ക് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാ, നല്ലൊരു ഭാവിയുള്ള, നീയായിട്ട് അത് തകർത്ത് കളയലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു, വെല്ലമ്മയ്ക്ക് എത്ര എളുപ്പത്തിൽ പറയാണ്ട് സാധിക്കും. പക്ഷെ എൻ്റെ ഒരു മനസ്സിന്റെ കോണിപ്പോലും ഇപ്പൊ അവളില്ല. കാരണം എന്താണെന്നറിയോ? അവൾ അവളുടെ തോന്നിയാസം ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞാലും അവൾ അനുസരിക്കാൻ പോകുന്നില്ല. പിന്നെ അവളെ പോലെയുള്ള ഭാര്യനെ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയാം. വെല്ലുമ്മയ്ക്ക് അറിയാലോ ഞാൻ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയണമെന്ന്. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, എനിക്കറിയാം നിന്റെ പഴയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒരുപക്ഷെ അതെല്ലാം കഴിഞ്ഞു പോയില്ലേ, അത് മുമ്പ് അറിയുമായിരുന്നു, നമുക്ക് എന്തേലും ചെയ്യായിരുന്നു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ അതേക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. നീ നിന്റെ ഭാര്യനെ സ്നേഹത്തോടെ സന്തോഷത്തോടും കൂട്ടി നോക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയണം. അനി പറഞ്ഞു, വല്യമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരിക്കലും എനിക്ക് അവളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ദേവേനിക്ക് പിന്നെ എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. ആ സമയം ആദർശ് കമ്പനിയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ജയൻ അങ്ങോട്ടേക്ക് വരുവാണ്. എന്താടാ ആദർശെ, നീ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ചോദിക്കണം. അത് പിന്നെ വെച്ചാ എനിക്ക് അമ്മയുടെ നയനയുടെ കാര്യത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. സംശയങ്ങൾ? എന്ത് സംശയങ്ങള്? അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചെന്ന് വിളിച്ചിട്ട് അവളുടെ വീട്ടുകാർ വിടാൻ കൂട്ടാക്കില്ല. പക്ഷെ അമ്മ ചെന്ന് വിളിച്ച ഉടനെ അവളെ വിടണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലെന്ന് ചോദിക്കാം. അല്ല നീ എന്താടാ മോനെ ഉദ്ദേശിക്കുന്നേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് പറയാം. എനിക്ക് തോന്നേ അമ്മ നയനയും കൂടെ നമ്മളെ രണ്ടുപേരെ എന്നല്ല, കുടുംബത്തിലുള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുവാന്ന് തോന്നേ. അതിപ്പോ അങ്ങനെ തോന്നാൻ കാരണം അത് മറ്റൊന്നുമല്ല അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോന്ന്. നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളും ഒക്കെ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിടുന്നേ. അത് മാത്രമല്ല പണ്ടത്തെ പോലുള്ള ആ ദേഷ്യം കണിയിലൊന്നും ഇല്ലെന്ന് പറയണം. ജയനെന്നാ ആലോചിച്ചിട്ടുണ്ട്. അത് ശരിയാ. നയനമോള് വീട്ടിൽ പോയ സമയത്ത് ഭയങ്കര സങ്കടം വരുന്നു ദേവേനിക്ക്.
എഴുന്നേക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോലും താല്പര്യമില്ലായിരുന്നു. ഭയങ്കര ക്ഷീണമാന്നൊക്കെ പറഞ്ഞ് കിടന്നു. നയനമോള് വന്നതോടുകൂടി അതങ്ങോട്ട് മാറിയെന്ന് പറയണം. ആദർശ് പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞേ. നയന വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്നേ? ഒരു 2 ആഴ്ച അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കണ്ടായിരുന്നോ? പക്ഷെ അമ്മ എന്താ പറഞ്ഞ, എന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് സങ്കടാവും, എനിക്ക് ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ അമ്മയോട് പറഞ്ഞ അവള് കുറച്ചു ദിവസം വീട്ടിൽ നിൽക്കട്ടെ എന്ന്. പക്ഷെ അമ്മ സമ്മതിച്ചില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം ജയ പറഞ്ഞു, മോൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്കിപ്പോ അങ്ങനെ സംശയങ്ങളൊക്കെ തോന്നേ. ശരിയാടാ മോനെ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കുക. ആദർശ് പറഞ്ഞു, അങ്ങനെ രണ്ടുപേരും കൂടെ കള്ളത്തരം പറയുകയാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. അല്ല, നിന്നോടെല്ലാം നയനമോള് തുറന്നു പറയുന്നതല്ലേ, എന്നാ ഇത് പറയേണ്ടല്ലേന്ന് ചോദിക്കും. പറയേണ്ടതാണ്, പക്ഷെ പറഞ്ഞിട്ടില്ല. ഇനിയെങ്ങാനും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അച്ഛാ. രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എനിക്കിട്ട് പണി തരുവാണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്ന് പറയണം. ഇത് കേട്ടപ്പം ജയൻ പറഞ്ഞു, നോക്കാം, എവിടം വരെ പോകുന്ന നോക്കാം, നമുക്ക് ഒന്ന് അന്വേഷിച്ചൊക്കെ നോക്കാന്ന് പറയാം. അവരുടെ സംസാരമൊക്കെ കിട്ടിയുമ്പോൾ അറിയാലോ എന്നൊക്കെ പറയണം. ആ സമയം ദേവേനെ നയനയെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നയനയുടെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ നയന ചോദിച്ചു, എന്താമ്മേ ഈ സമയത്ത് എന്താ വിളിച്ചെന്ന് ചോദിക്കും. അത് പിന്നെ മോളെ, എനിക്ക് അനിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് പറയും. എന്താ? അനിയും അനാമിയും തമ്മിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുപ്പിക്കണമെന്ന് പറയണം. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അവന്റെ മനസ്സിൽ നന്ദു ആണെന്നൊരു സംശയമുണ്ട്. ഇന്ന് അച്ഛനിന്നും ആ കാര്യം പറഞ്ഞു. അവർ തമ്മിലൂടെ 7ാം മാസ ചടങ്ങിന് സംസാരിച്ചതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ണി കണ്ട് നോക്കിയിരുന്ന അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് അത് എന്നോട് പറഞ്ഞു എന്ന് പറയണം. നബിയുടെ ചടങ്ങിന് വന്നു കഴിഞ്ഞപ്പം നന്ദുവിന്റെ അനിയുടെ മുഖം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണെന്ന് എനിക്ക് തോന്നണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയനയിലൊരു ഞെട്ടലുണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടാവോ അമ്മയെന്ന് ചോദിക്കണം. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് മോളെ. ഒരു കാര്യം ചെയ്യാം, നീ അവനെ ഒന്ന് ഉപദേശിച്ച് നോക്കാൻ പറയണം. എന്നെക്കാളും നല്ല അമ്മയല്ലേ, അമ്മ ഉപദേശിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കുമാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് നയന കോള് കട്ട് ചെയ്യണം. ആദർശ് ചോദിച്ചാൽ, എന്താ ഞാൻ വരുന്നുണ്ടപ്പോൾ കോള് കട്ട് ചെയ്തേ? അങ്ങനെയൊന്നുമില്ല ആദർശേട്ടാ, ഞാൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം വെച്ചാ. നന്ദു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയല്ലേ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് വീട്ടിൽ നിന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു പറയും. അങ്ങനെയായിരുന്നല്ലേ? അതെ ആദർശേട്ടാ എന്നൊക്കെ നയന് പറയാ. നിന്റെ മുഖത്ത് എന്താ ഒരു വെപ്രാളം വിഷമം? എന്ത്? അത് ആദർശേട്ടന് തോന്നല്ലേന്ന് ചോദിക്കും. ആണോ? എന്നാ ചിലപ്പോ എന്റെ തോന്നലായിരിക്കും എന്ന് പറയാ. നീ എന്നെ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്ത്? ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും ആദർശ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നീട് നയനയുടെ മുഖത്തേക്ക് നോക്കുക. നയനയ്ക്ക് ഈ കള്ളത്തരം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ആദർശിന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട്. എങ്ങാനും എനിക്ക് പിടിക്കപ്പെട്ടാലോ, അമ്മ ഒരു കാരണവശാലും അറിയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന. പിന്നീട് ആദർശിനോട് പറഞ്ഞു, ആദർശേട്ടാ, അനിയുടെ അനാമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയണം. അതെന്താ ഇപ്പൊ അങ്ങനെ? അല്ല, എത്ര കാലം എന്ന് വെച്ചാൽ അവരിങ്ങനെ പോകുന്നേ, അവർക്ക് നല്ലൊരു ജീവിതം വേണ്ടതെന്ന് ചോദിക്കും. അല്ല, നീ ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താ? അല്ല, വീട്ടിലെല്ലാരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, അതിപ്പോ ഞാൻ ഓർത്ത് കഴിഞ്ഞപ്പോ ആദർശനോട് പറഞ്ഞോളൂ. അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, അവനെ ഇപ്പൊ എനിക്ക് തല്ലി നേരെയാക്കാൻ പറ്റുമോ? അതൊന്നും വേണ്ട, ആദർശേട്ടനൊന്നും വിളിച്ച ഉപദേശിച്ചാൽ മതി എന്ന് പറയാം. പിന്നെ ഞാൻ ഉപദേശിച്ച അവൻ നന്നാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയാം. പിന്നെ നിനക്ക് പെട്ടെന്ന് അവരോട് എന്താ ഇത്ര സ്നേഹം തോന്നാൻ കാരണം? ഒന്നുമില്ല ആദർശേട്ടാ, ആരെങ്കിലും നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് ചോദിക്കും. ആര് പറയിപ്പിക്കാനായിട്ട്? ആരും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. ഈ സമയം നന്ദു ഫ്രണ്ട്സിന്റെ അരിയിലേക്ക് വരുവാണ്. വന്നിട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിലൊരുത്തം പറഞ്ഞു, രാകേഷ് പറഞ്ഞു, അതെ നന്ദു, നീ പോയിട്ടുണ്ടെങ്കിൽ മാസങ്ങൾക്ക് ശേഷമല്ലേ വരത്തുള്ളൂ എന്ന് ചോദിക്കണം. അതെ, അതാ എനിക്കൊരു വിഷമം. ഇത് കേട്ടത് രാകേഷ് പറഞ്ഞു, നിന്നെക്കാളും വിഷമം എനിക്കാ, നീ പോകുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര വിഷമാന്ന് പറയണം. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ നിങ്ങളുടെ തോന്നല് മാത്രമാണെന്ന് പറയണം. തോന്നലൊന്നും അല്ല, ശരിക്കും ഉള്ളതാ. പാവ ശരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ട്രെയിനിങ്ങിനൊക്കെ പോയ വന്നതിന് ശേഷം നീയും അവനും കൂടെ ഒന്നാവുക. ഈ അനാമിക എന്ന് പറയുന്നവൾക്ക് നന്ദുവിന്റെ അനിയുടെ ജീവിതത്തിൽ യാതൊരു ഇതുമില്ല, റോളും ഇല്ല എന്ന് പറയണം. ഈ സമയത്താണ് അനിയുടെ വരവ്. അനി അങ്ങോട്ടേക്ക് വന്ന് കൂട്ടുകാർ പറഞ്ഞു, അതെ ഞങ്ങളങ്ങോട്ട് മാറി നിൽക്കാം, ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ സ്വർഗത്തിലെ കട്ടുറുമ്പാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ടല്ലോ. നന്ദു പറഞ്ഞു, അത് പിന്നെ വേണ്ട നന്ദു, നീ അവരോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം അനി പറഞ്ഞു, എനിക്ക് നല്ല വിഷമമുണ്ട് നന്ദു പോകുന്നതിൽ. നന്ദു പറഞ്ഞു, വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ ഞാൻ പോകുന്നോണ്ട് എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. അനി അനാമികയെ സ്നേഹിക്കണം. അനാമിക അനിയുടെ ഭാര്യ എന്ന് പറയണം. പിന്നെ എന്റെ ഭാര്യ പോലും എനിക്ക് അവളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നന്ദു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ മനസ്സിന്റെ ഒരു കോണിപ്പോലും അവളില്ല. അവളോടൊപ്പം ഉള്ള ജീവിതം ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മനസ്സ് എന്താ ഏതാന്നൊക്കെ നിനക്കറിയാലോ എന്ന് പറയണം. ആ സമയമാണ് വേണു അവരോട് പാസ് ചെയ്ത് പോകുന്നത്. വേണു കണ്ടു കാറിനകത്തിരുന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഓഹോ, കല്യാണം കഴിഞ്ഞിട്ട് തന്റെ മോളി പറയുന്നതിലൊന്നും ഒരു കുറ്റമില്ല. കണ്ടില്ല, രണ്ടുപേരും കൂടെ ചിരിച്ചുല്ലസിച്ച് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല തന്റെ മോള് ഇവനെ വേണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിലും തന്റെ മോൾക്ക് വേണ്ട, പക്ഷെങ്കില്
കുറച്ച് പണവും സ്വർണ്ണമൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റണം അനന്തപുരിന്ന്. അതുമെങ്കിലും വരെയെങ്കിലും അവളവിടെ നിന്നേ മതിയാവുള്ളൂ. ആ ഒരു ചിന്ത ഒക്കെ എടുക്കുവാണ്. ആ ഒരു ചിന്തയും തീരുമാനങ്ങളും ഒക്കെ മനസ്സിലേക്ക് വരുവാണ് വേണുവിന്റെ. ഈ സമയം നന്ദുവിന് ആകെപ്പാടെ വിഷമം. അനി ഓരോന്നിങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേനും പിന്നീട് അനി പറഞ്ഞു, അതെ ക്യാമ്പിലാണെങ്കിൽ ഞാനിടയ്ക്ക് കാണാൻ വരാമെന്ന് പറയണം. കാണാൻ വരാനോ? വേണ്ട വേണ്ട, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. അതൊന്നും ഒരിടത്ത് നടക്കുന്ന കാര്യമല്ലെന്ന് പറയും. പിന്നെ ഞാൻ എങ്ങനെയാ നന്ദു നിന്നെ കാണുന്നു ചോദിക്കുകയാണ്. പിന്നെ കണ്ടില്ലേലും ഒരു കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം നയനി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ഹാളില് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അനാമിക വരുന്നത്. അനാമിക വന്നിട്ട് ഇങ്ങനെ ട്യൂഷനായിട്ട് നോക്കി. അവളുടെ ഇരിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടില്ലേ, അവൾ വലിയ ആയിട്ട് കൊമ്പത്തെ ആളാന്ന് അവളുടെ വിചാരം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല നീ വലിയ കൊച്ചമ്മയാന്ന് പറഞ്ഞ് ഇവിടെ കയറി ഇരിക്കുവല്ലേ എന്നൊക്കെ അനാമിക ചോദിക്കുകയാണ് നയനയോട്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അല്ല നിനക്കിപ്പോൾ എന്താ കുഴപ്പമിരിക്കണേ? എനിക്കൊരു കുഴപ്പമില്ലേ. എന്നിട്ട് നിന്റെ അനിയത്തിയോ? എനിക്ക് അവളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കട്ടക്കലിപ്പാന്ന് പറയണേ. എന്റെ അനിയത്തി എന്ത് ചെയ്തെന്നാ നീ പറയണേ? ഒന്നും ചെയ്തിട്ടില്ല, അവള് പുണ്യവതിയാണല്ലോ. നീ നിന്റെ അനിയത്തിയെ കൂടി ചേർന്നിട്ടാ എന്റെ ജീവൻ നശിപ്പിക്കണെന്ന് പറയണ. നിന്റെ ജീവൻ നശിപ്പിക്കാനാ? അതെ, നിങ്ങൾ കാരണമെന്ന് പറയണം. പിന്നെ ഞങ്ങള് കാരണം? നീ നിന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പണിങ്ങി പോകുന്നത് ഞങ്ങള് കാരണമാണെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം അവള് പറഞ്ഞ, നിന്റെ അനിയത്തി കാരണം അടി പോകുന്നേ, അത് നിന്റെ വെറും തോന്നലല്ലേ അനാമിയെ. ഒരിക്കലും എന്റെ നന്ദു അത്രക്കാരി അല്ലെന്ന് പറയണം. പിന്നെ അത്രക്കാരി അല്ല പോലും, അവളെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയണം. നയന പറഞ്ഞു, വേണേ എന്നെ കുറിച്ച് പറഞ്ഞു, പക്ഷെ അവളെ കുറിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് പറയും. പിന്നെ നിനക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതൊക്കെ മനസ്സിലിട്ടോളം നടന്നാൽ മതി, പുറത്ത് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അനാമികയെന്ന് നയന പറയാം. നീ ഇവിടെ ചെയ്തു കൂട്ടി എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പാലിനകത്ത് വിഷം കലർത്തി കൊടുത്തും ഇവിടുന്ന് വല്യമ്മയുടെ ഒരു നെക്ലേഴ്സ് മോഷണം പോയതും നിനക്ക് തന്ന നെക്ലേഴ്സ് അത് ഇതിലെ പോയത് പോലും അറിയത്തില്ലോ. അതൊക്കെ ഒരു ദിവസം കണ്ടുപിടിക്കുന്ന ദിവസം വരും. ഒരു പക്ഷെ ഒരു കേസും കൂടെ കൊടുത്താണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നീ തത്ത പറയുന്ന പോലെ അങ്ങോട്ട് പറയുമെന്ന് പറയാം. പിന്നെ നിനക്ക് ഒരു നിവൃത്തി നിർവാഹമൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ അനാമിക പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞ ഇതൊക്കെ അല്ല എന്ന് നയന പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമയ്ക്ക് കട്ടക്കലിപ്പായി. അനാമിക പറഞ്ഞു, നിനക്ക് എന്ത് അറിയാന്നാ, നീ എന്ത് പറയുന്ന എന്നൊക്കെ പറയണം. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയുവാണെന്ന് നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനങ്ങ് ചാടി എഴുന്നേക്കുവാണ്. ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് അനാമിക നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.